നീരാവിയായി മേഘങ്ങളായി മാറി, മേഘത്തിൽ നിന്നും മഴ താഴേക്ക് പെയ്യുന്നു. താഴേക്ക് പെയ്യുന്നതിനെ കുറേ ഭാഗം ഒലിച്ചിറങ്ങി പോകുന്നു, കുറച്ചു ഭാഗം മണ്ണിനടിയിൽ താഴുന്നു. അപ്പൊ ഇങ്ങനെ താഴുന്ന വെള്ളമാണ് നമുക്ക് എന്തിൽ കിട്ടുന്നത്? നമ്മുടെ കിണറുകളില്. കുഴൽ കിണർന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ആരുടെയും വീട്ടിലുണ്ടോ കുഴൽ കിണർ? ഉണ്ട് അല്ലേ? സാധാരണ കിണർ എത്ര പേരുടെ വീട്ടിലുണ്ട്? കൈപൊക്കിക്കോ. ഓക്കെ, എത്ര പേരുടെ വീട്ടിൽ വെള്ളമുണ്ട് സാധാരണ കിണറ്റി ഇപ്പോ നിലവിൽ? വേനൽക്കാലത്തും വെള്ളമുള്ള കിണറുകളാണോ നിങ്ങളുടെ എല്ലാം? പൈപ്പ് കണക്ഷൻ ഉണ്ടോ? എത്ര പേർക്ക് പൈപ്പ് കണക്ഷൻ ഉണ്ട്? ഇനി പൈപ്പ് കണക്ഷനിലെ വെള്ളം ഉപയോഗിക്കാതെ പൂർണ്ണമായിട്ടും കിണറ്റിലെ വെള്ളം ഉപയോഗിച്ച് വെള്ളം കിട്ടുന്ന എത്ര പേരുണ്ട്? പൈപ്പ് കണക്ഷനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മുടെ കിണർ വെള്ളം മാത്രമേ ഉള്ളൂ, അത് നമുക്ക് നല്ലോണം ഉണ്ട് എന്നുള്ള എത്ര പേരുണ്ട്? നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നോക്കിക്കേ. നേരത്തെ പൊക്കിയ കൈകളൊക്കെ ഉണ്ടോ? എന്തുകൊണ്ടാ ഇല്ലാത്ത? നമ്മുടെ കിണറ്റില് നമ്മുടെ കിണറ്റില് അതിനനുസരിച്ചുള്ള വെള്ളം താഴോട്ട് ചെല്ലുന്നില്ല. ആ ചെന്നാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ അല്ലെ? ആ ചെല്ലുന്ന പ്രക്രിയക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫിൽട്രേഷൻ അല്ലെ? അപ്പൊ ഇൻഫിൽട്രേറ്റ് ചെയ്ത് നമ്മുടെ സാധാരണ കിണറിൽ വെള്ളം വന്നാൽ മാത്രമേ നമുക്ക് ഉറവയായിട്ട് വെള്ളം എടുക്കാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? ആണോ? മനസ്സിലായോ? ഓക്കെ. ഇനി ഇവിടെ ഇന്ത്യ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. ഇന്ത്യയിൽ 2 കളറുകൾ കാണുന്നുണ്ടോ? ഏതൊക്കെ കളറാ കാണുന്നേ? ഒരു ബ്രൗൺ കളർ, ഒരു റെഡിഷ് കളറാണ് ആക്ച്വലി. അത് പ്രൊജക്ടറി വരുന്നതുകൊണ്ട് അങ്ങനെ കാണുന്നു. ഓക്കെ, ഒരു ബ്രൗൺ കളറും ഒരു മഞ്ഞ കളറും കാണുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇതിൻ്റെ അകത്ത് ചുവപ്പ് കളർ കാണുന്നത് സ്ഥലങ്ങളിലൊന്നും വെള്ളം നമുക്ക് ഫിസിക്കലി ഇല്ല. അതായത് വെള്ളം നമുക്ക് എങ്ങനെ വിചാരിച്ചാലും കൊണ്ടുവരാൻ പറ്റത്തില്ലാത്ത പ്രദേശമാണ്. ആ ഭൂമിക്കടിയിൽ വെള്ളമില്ല. അതുകൊണ്ടാണ് നമുക്കത് കൊണ്ടുവരാൻ ഫിസിക്കൽ വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറയും. അതായത് വേറെ ഒന്നുമില്ല. ആ സ്റ്റേറ്റുകളിൽ ഏതൊക്കെ സ്റ്റേറ്റുകളാണ് വന്നിരിക്കുന്നത്? രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്, ആ ഭാഗങ്ങൾ, നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റേൺ ഭാഗങ്ങൾ, ആ ഭാഗങ്ങളിൽ നമ്മൾ വിചാരിച്ചാൽ പോലും ഭൂമിക്കടിയിൽ നിന്നും അത്ര എമൗണ്ട് ഓഫ് വെള്ളം നമുക്ക് കിട്ടത്തില്ല. അതിനെയാണ് നമ്മൾ ഫിസിക്കൽ വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി മഞ്ഞ കളറിൽ കാണുന്നത് കേരള ഏതിലാണ് വരുന്നത്? ഒരു മഞ്ഞ കളറിലല്ലേ വരുന്നത്? ഈ മഞ്ഞ കളറിൽ കാണുന്നതിനെ എക്കണോമിക് വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറയും. അതായത് ഭൂമിക്കടിയിൽ വെള്ളമുണ്ട്, അത് പ്രോപ്പറായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. പ്രോപ്പറായി നമ്മൾ അതിനെ എടുക്കാനുള്ള ഫണ്ട് ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ഭൂപ്രകൃതിയുടെ വ്യത്യാസം കൊണ്ടാവാം. പല രീതിയിൽ നമുക്ക് ആ വെള്ളത്തെ അവൈലബിൾ ആക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വെള്ളം ഇല്ലാത്തതാണോ പ്രശ്നം? നമുക്ക് വെള്ളം എടുക്കാൻ പറ്റാത്തതാണോ പ്രശ്നം? എടുക്കാൻ പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം അല്ലേ? എന്തുകൊണ്ടില്ല? നമുക്ക് നല്ലോണം മഴ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇതിനു മുമ്പ് ഇവിടെ പ്രസംഗിച്ച സാറന്മാരും നിങ്ങളുടെ പേരൻസും എല്ലാവരും തന്നെ പറഞ്ഞു നമുക്ക് നല്ല രീതിയിൽ മഴ കിട്ടുന്നുണ്ട്. ഒരു വർഷം നമുക്ക് കേരളത്തിൽ ആവറേജ് ആയിട്ട് 3000 മില്ലിമീറ്റർ അഥവാ 300 സെന്റിമീറ്റർ മഴ ലഭിക്കുന്നുണ്ട്. എത്ര സെന്റിമീറ്റർ കിട്ടുന്നുണ്ട്? 300 സെന്റിമീറ്റർ ആവറേജ് കണക്കാണ് കേരളത്തിൽ. അത്രയും തന്നെ നമ്മുടെ പത്തനംതിട്ടയിൽ കിട്ടുന്നുണ്ട്. അതായത് ഒരു വർഷം 300 സെന്റിമീറ്റർ, 3 മീറ്റർ. അപ്പൊ ഈ ക്ലാസ്സിനേക്കാൾ പൊക്കത്തിൽ, ഈ ക്ലാസ്സിനെ നമ്മളൊന്ന് അസ്യൂം ചെയ്താൽ ഈ ക്ലാസ്സിനേക്കാൾ പൊക്കത്തിലുള്ള അളവിൽ നമുക്ക് ഒരു വർഷം പത്തനംതിട്ടയിൽ മഴ കിട്ടുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്. പിന്നെന്താ നമുക്ക് വെള്ളമില്ലാത്ത? എടുക്കാൻ പറ്റുന്നില്ല. കറക്റ്റ് ആൻസർ. ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്. എടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല? ഫണ്ടില്ല. മെഡിക്കലാണ്. ഫണ്ടില്ലാത്തത് കൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. ആർക്ക് ഫണ്ടില്ല? നമുക്ക് ഫണ്ടില്ല അല്ലേ? അതൊരു വ്യക്തിപരമാവാം, അത് നമ്മുടെ പഞ്ചായത്തിന്റെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ ആവാം, അതല്ലെങ്കിൽ രാജ്യത്തിന്റെ ആവാം, ഏത് രീതിയിലും. ഓക്കെ, അത് വിട്ടിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. മഴ പെയ്യുന്നുണ്ട്, നമുക്ക് വെള്ളം കിട്ടുന്നില്ല. ഇപ്പൊ എല്ലാവരും പറഞ്ഞില്ല എല്ലാവരുടെ വീട്ടിൽ സാധാരണ കിണറുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഇല്ലെങ്കിൽ കുഴൽ കിണറുണ്ട്. ഈ സാധാരണ കിണറും
കുഴൽക്കിണറും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? അറിയാവോ? സാധാരണ കിണറും കുഴൽക്കിണറും തമ്മിലുള്ള വ്യത്യാസം. കുഴൽക്കിണറിന്റെ വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കണ്ടിട്ടുണ്ടോ എല്ലാവരും? കുഴൽക്കിണർ ബോർവെല്ല് കണ്ടിട്ടുണ്ടോ? ഇത് ഇത്രയും വട്ടേ ഉള്ളൂ ബോർവെൽ എന്ന് പറയുന്നത്. ഇത് പാറയ്ക്കകത്തെ വിള്ളലുകളിൻ്റെ അകത്തിരിക്കുന്ന വെള്ളമാണ് എടുക്കുന്നത്. അതായത് ഒരുപാട് താഴ്ചയിൽ ചെന്ന് ആ താഴ്ചയിലുള്ള പാറയിൽ വിള്ളലുകൾ ഉണ്ടായിരിക്കണം. ആ വിള്ളലുകളിൽ വന്നു ചേരുന്ന വെള്ളമാണ് നമ്മൾ കുഴിച്ച് മുകളിലോട്ട് എടുക്കുന്നത്. അതാണ് ബോർവെൽ. അപ്പോൾ സാധാരണ കിണറോ? സാധാരണ കിണർ മേൽമണ്ണ് നമ്മൾ നേരെ കാണുന്നില്ലേ, ആ മേൽമണ്ണിൽ വീഴുന്ന വെള്ളമാണ് നമ്മൾ ഡ്രിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു കിണർ ഇവിടെ ഡ്രിൽ ചെയ്തു. സാറ് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു, തൊട്ടപ്പുറത്ത് ഒരു ബോർവെൽ വന്നു, വെള്ളം പോയി. ദാറ്റ് ഈസ് സയന്റിഫിക് ആയിട്ട് ചെയ്താൽ അത് പോകാൻ പാടില്ല. ബോർവെല്ല് ഡ്രിൽ ചെയ്യുമ്പോൾ സാധാരണ കിണറിലെ വെള്ളം നമ്മൾ എടുക്കുന്ന സമയത്ത് ബോർവെല്ലിലെ വെള്ളവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു ബോർവെല്ല് വരുന്നുണ്ട്, എൻ്റെ കിണറിനെ ബാധിക്കുന്നു പറഞ്ഞ് നമ്മൾ കൊണ്ട് കേസ് കൊടുത്താൽ ഒരു പ്രയോജനവും അതുകൊണ്ട് നമുക്കില്ല. കാരണം നമ്മുടെ സാധാരണ കിണർ നമ്മൾ എടുക്കുന്ന വെള്ളം മേൽമണ്ണിൽ നിന്നും, നമ്മുടെ ബോർവെല്ല് നമ്മൾ എടുക്കുന്നത് 90-95 മീറ്റർ താഴ്ചയിലുള്ള ബോർവെല്ലിലെ പാറയ്ക്കകത്തെ വിള്ളലുകളിൽ നിന്നുമാണ്. അത് എൻ്റെ കിണറിൻ്റെ തൊട്ടടുത്ത് വേറൊരു ബോർവെല്ല് കൊണ്ട് കുഴിച്ചാലും നല്ല രീതിയിൽ സയന്റിഫിക് ആയിട്ട് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ആണ് കുഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വെള്ളം പോകില്ല. അല്ലാതെ കുഴിക്കുമ്പോഴാണ് നമ്മുടെ മേൽമണ്ണിൽ നിന്നുള്ള വെള്ളവും ഈ ബോർവെല്ലിലോട്ട് വന്ന് പ്രശ്നമാകും. അപ്പൊ ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാമല്ലോ. സാധാരണ കിണർ കുഴിക്കുന്നതിന് അടുത്തൊരു ബോർവെല്ല് കുഴിച്ചാൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് കുഴിപ്പിക്കണം എന്ന് പറയണം. പറയോ? ഗ്രൗണ്ട് വാട്ടർ ഭൂജല വകുപ്പ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കിണറ്റിൽ വെള്ളം വരണം. ഈ വെള്ളം വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മഴ വേണം, അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മഴ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ നമ്മുടെ പ്രശ്നം?